ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസെഷൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ ആനാടുള്ള പാറയ്ക്കൽ ക്ഷേത്രത്തിൽ അവിടുത്തെ ലൈറ്റൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതെ, പാറയ്ക്കൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ആനാട് ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? പുലിപ്പാറ റോഡ് കുറേ മുൻപോട്ട് കയറി പോകുമ്പോഴത്തേക്ക് വലത്തോട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. നമ്മൾ അങ്ങനെ നേരെ ഇന്ന് വിചാരിച്ചു ശിവരാത്രിയല്ലേ, സ്പെഷ്യലായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ളതിൽ ഞങ്ങൾ വന്നതെന്നുള്ളൊരു വിശ്വാസത്തെ, എന്തായാലും ഒരു ദൃഢ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ അടിപൊളി പ്രോഗ്രാം കാണുമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാറയ്ക്കൽ മണ്ഡപം ക്ഷേത്രത്തിലോട്ട് നമ്മൾ പ്രവേശിച്ചു കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിയിലോട്ട് കയറി നമ്മൾ കുറേ നേരം ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സാംസ്കാരിക സമ്മേളനത്തിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളെല്ലാം അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നേരെ അപ്പോൾ നമ്മൾ അവിടെ പാർക്കിംഗ് അവിടെ അല്ല, അങ്ങ് സ്റ്റേജിൻ്റെ അങ്ങ് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ പിന്നും വാഹനവുമായി നമ്മുടെ സ്വന്തം ആട്ടോയുമായി നമ്മൾ അങ്ങോട്ട് തിരിച്ചു. അതെ, പാറയ്ക്കൽ മണ്ഡപം ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ആ മണ്ഡപ ഏരിയയിലോട്ട് കയറി കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് മണ്ഡപ ഏരിയ. നമ്മൾ നേരെ ഇത് നിങ്ങൾ ഈ കാണുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിങ്ങൾ ഈ കാണുന്ന ലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലൈറ്റ് ഒന്നുമില്ല, സിമ്പിൾ ആണ്, പക്ഷെ ലൈറ്റാണ്. അതെ, കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ പറ്റുന്ന ലൈറ്റുകളായിരുന്നു. ഭയങ്കര രീതിയിൽ നമ്മളിപ്പോൾ പുളുമാത്ത് അമ്പലത്തിൽ ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ശാർക്കര ക്ഷേത്രത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പക്ഷേ ഈ പാറയ്ക്കൽ മണ്ഡപ ക്ഷേത്രം എന്ന് അത്രയും പേര് കേട്ടൊരു ക്ഷേത്രമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ലൈറ്റ് ചെയ്തു, വളരെ കുറച്ച് ലൈറ്റൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കും എന്തോ ഒരു വല്ലാതെ തോന്നി. നമ്മുടെയൊക്കെ ഇവിടെ നാട്ടും പുറമല്ലേ, ഇതൊക്കെ ഇവിടെ വലിയ ലൈറ്റിംഗ് ആയിരിക്കും ഇവിടേക്കൊക്കെ. പക്ഷെ നമ്മൾ ഇതിനെക്കാളും വലിയ ലൈറ്റിംഗ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഒരുപാട് ലൈറ്റുകൾ ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളതല്ലേ. ഉള്ളതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ലൈറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ. നമ്മൾ നേരെ സാംസ്കാരിക സമ്മേളനം കുറേ നേരം കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു പ്രോഗ്രാം കാണും എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി നമ്മൾ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കാന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് ചോദിച്ചു. ശിവരാത്രി അല്ലേ എന്ന് വിചാരിച്ചു. ഞാനും വിചാരിച്ചു ശിവരാത്രി ആണല്ലോ, അപ്പൊ അത് ഉറപ്പായിട്ട് ഒരു പ്രോഗ്രാം വയ്ക്കും എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ആ ലൈറ്റൊക്കെ കണ്ട് ഞാനും മീനൂട്ടി കുറേ നേരം നമ്മളവിടെ ഇരുന്നു. അതെ, നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കളിപ്പാട്ടം, മീനൂട്ടി ഒരു കളിപ്പാട്ടം വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ കറങ്ങി നടന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ കൂടെ നിങ്ങൾ കാണണമല്ലോ, നമ്മളെന്ത് അവിടെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ കാണണ്ടേ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ എടുത്തത് കേട്ടോ. അപ്പോൾ അതാ വന്നത് ടിപ്പറിൻ്റെ മണ്ണ് നിറയ്ക്കണതിൻ്റെ ഒരു ലൈറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മയിൽപീലി, നമ്മുടെ കൃഷ്ണൻ്റെ, അതായത് പിന്നെ നമ്മുടെ മഹാവിഷ്ണു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എന്നാൽ സിമ്പിളായിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് ഭയങ്കര സിമ്പിളായിട്ടൊന്നും പറയണ്ട, ഇതിനും പൈസ ആവുന്നത് തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിനൊക്കെ നല്ല റേറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്നും ഇറങ്ങി കൂട്ടുകാരെ. അതെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പിന്നെ എന്താ, നമ്മളിപ്പോൾ ഇറങ്ങാൻ കാരണം എന്താണ്? പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ പ്രോഗ്രാം ഇപ്പോൾ അവസാനിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ നെടുമങ്ങാടോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഒരു അമ്പലം. അതെ, നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കോയിക്കൽ ക്ഷേത്രം, നമ്മുടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള കോയിക്കൽ ക്ഷേത്രം. നമ്മളങ്ങനെ കോയിക്കൽ ക്ഷേത്രം, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ടുള്ള കൊട്ടാരത്തെ കുറിച്ച് ചേർന്നുള്ള നമ്മുടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഇവിടെ, മഹാദേവർ ക്ഷേത്രം. അതിന്റെ പകൽ സമയത്തുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പകൽ സമയത്തുള്ള വീഡിയോ. നമ്മൾ നേരെ ഇവിടെ ഇതിനകത്ത് കയറി. ലൈറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. അതെ, ക്ഷേത്രത്തിന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഉള്ള ആ ഒരു തിരക്കാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷേത്രത്തിനകത്തൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ നേരെ ആർച്ച്, കൊട്ടാരത്തിലോട്ടുള്ള ആർച്ചാണ് കേട്ടോ. നമ്മൾ നേരെ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രം നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പ്രോഗ്രാം നമ്മൾ കേട്ടോ, റോഡിൽ നിന്നേ കേട്ടു. അങ്ങനെ നമ്മൾ സ്റ്റേജ് അന്വേഷിച്ച് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ അമ്പലത്തിലല്ല, നമ്മൾ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിക്കാണ് അവർ നമ്മുടെ സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അതെ, നമ്മളങ്ങനെ അവിടെ എത്തി. അവിടെ നമ്മുടെ പ്രോഗ്രാം ഗാനമേളയാണ് നടന്നുകൊണ്ടിരുന്നത്.
ഇപ്പൊ ഗാനമേള എന്ന് പറയുമ്പോഴത്തേക്ക് യേശുദാസിന്റെ അതേ രീതിയിൽ വേഷമൊക്കെ കെട്ടി ഉള്ള ആൾക്കാർ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര തരത്തിൽ സുഖകരമായിട്ടുള്ള പാട്ടൊന്നും അല്ലേ, സുഖകരമായിട്ടുള്ള ഒരു പാട്ടെന്നുള്ളത് നമുക്ക് ഗാനമേള അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നു. പക്ഷെ അവര് ആ കൊച്ചു പെൺകുട്ടികളൊക്കെ നല്ല അടിപൊളി പാടുന്നു. എല്ലാരെയും പറയാൻ പറ്റത്തില്ല, ചില സോങ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലത് യേശുദാസിന്റെ അതേ പാട്ടുകൾ അവരുടെ അതേ രൂപത്തിലൊക്കെ വന്നു പാടിയപ്പോഴത്തേക്ക് എല്ലാരും പറയുന്നുണ്ടായിരുന്നു കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. യേശുദാസിനെ കൊല്ലല്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ തോന്നിയില്ല കേട്ടോ, സത്യം തോന്നിയില്ല, സത്യമായിട്ട് പറയുന്നത്. ഏത് സമിതിയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ ഇരുന്ന് കാണാൻ നമുക്ക് തോന്നിയില്ല. കാരണം നമ്മള് പ്രോഗ്രാം കാണാനാണ് ഇറങ്ങിയത്, പക്ഷെ പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ട് അത് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നിയില്ല. നമ്മളങ്ങനെ നേരെ അവിടെ നിന്ന് നേരെ പതുക്കെ ഇഞ്ഞ് പുറത്ത് ചാടി കേട്ടോ. പുറത്ത് ചാടി എന്നിട്ട് നമുക്കത് തൃപ്തിയായില്ല. ഇന്നെന്താണ്, ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രി നമുക്ക് പരിപാടി കാണണം അടിപൊളിയായിട്ട്. നമ്മളങ്ങനെ നേരെ പിന്നും യാത്ര തുടർന്നു. നമ്മൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കരിപ്പൂര്. ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഇത് ക്ഷേത്രം നമ്മൾ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല കൂട്ടുകാരൻ. നമ്മൾ എപ്പോഴെങ്കിലും വാക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നേരെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ കരിപ്പൂർ റോഡിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഇനി നെടുമങ്ങാട്, ഇത് സത്രം ജംഗ്ഷനിലാണ് കോയിക്കൽ ക്ഷേത്രം ഉള്ളത്. നമ്മളിവിടെ നിന്ന് നേരെ ഇനി നെടുമങ്ങാട് ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെയും കരിപ്പൂർ റോഡ്, ISRO റോഡ് നമ്മൾ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥലമെത്തി. എവിടെയാണ്? കോട്ടപ്പുറത്ത് കാവ്. അതെ, ഇത് കരിപ്പൂര് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ്, കരിപ്പൂർ ക്ഷേത്രം എത്തുന്നതിന് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ ലൈറ്റുകൾ ലൈറ്റുകൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ ഇത്തുകൂടെ ഒരു ഭംഗി തോന്നിയത് ഇവിടെയാണ്. എല്ലാ ലൈറ്റുകളും നല്ല അടുത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ലൈറ്റുകളെല്ലാം നല്ല അടുപ്പിച്ച് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ഒരു വേറൊരു രീതിക്ക്, അതായത് പല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ രീതിക്ക് അടുപ്പിച്ചടുപ്പിച്ച് വ്യത്യസ്ത രീതിയിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, അവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ മറ്റുള്ളതെല്ലാം എന്ന് വെച്ചാൽ ഒരുപാട് അകലെ ഇവിടെ ഒരു ലൈറ്റ് എങ്കിൽ പിന്നെ ഒരു കുറെ ദൂരം മാറിയായിരിക്കും അടുത്ത ലൈറ്റ്. പക്ഷെ ഇതിങ്ങനെ ഗ്യാപ്പിടാതെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് കാണാൻ ഒരു ഭംഗി കിട്ടുന്നത്. എന്തായാലും നമുക്കത് നമ്മുടെ ഇത് നോക്കി ശിവന്റെ പിന്നെ അതെല്ലാം ഒരു ക്ഷേത്രം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അടുത്തടുത്താണ് കാണുന്നത്. ഇത് അത് കഴിഞ്ഞിട്ട് ആ ക്ഷേത്രത്തിലോട്ട് കയറുന്ന വഴിയാണ് ഈ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വേറൊരു ലെവലാണ് കാണാൻ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോഴേ ഇത് നമ്മുടെ പാറക്കൽ മണ്ഡപം അവിടെ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ ഇതാണ് കേട്ടോ കളിപ്പാട്ടം. മീനുക്കുട്ടി അത് ഊതിക്കൊണ്ടൊക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ അതോട്ട് പ്രവേശിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ ഇതൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് നമ്മൾ കാണാന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്ക് എന്റെ ആ പൊന്നു സൂചി കുത്താ സ്ഥലമില്ലെന്നാണ് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. അതെ, അടിപൊളി പ്രോഗ്രാം. അപ്പം നമുക്കൊന്ന് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്. ഇതാ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, സ്റ്റേജിന്റെ മുൻവശം ഫുള്ള് തിരക്ക്. സൂപ്പർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അവിടെ. അതെ, ഒരു ഫ്യൂഷൻ ഡാൻസ്, ഫുൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോഗ്രാമിന് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ശിവഭഗവാനെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അവരെ ഡാൻസാണ് ഒരുപോലെ ഫുള്ള് കവർ ചെയ്ത് പോകുന്ന ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഇടവേള ഇല്ലാതെ കവർ ചെയ്ത് പോകുന്ന ഒരു ഡാൻസ്. നമുക്ക് കാണാൻ അവിടെ ഇരിക്കാൻ അവസരം കിട്ടിയില്ല, നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. നിങ്ങൾക്കറിയാലോ നമ്മുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇരിക്കാനുള്ള അവസരമോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ വിഷമത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷേ ലൈറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലം. നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ശിവരാത്രി പരിപാടി കാണാൻ പോയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ നിരാശയോടുകൂടി മടങ്ങുന്നത് അല്ലേ ബാബാജി. നമ്മൾ എവിടെ പോയാലും നമുക്ക് ശിവരാത്രി നമ്മളെ കിളിമാൻ്റെ ആയിരുന്നപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസം ഉറങ്ങത്തില്ല. പിന്നെ പ്രത്യേകിച്ച് പിറ്റേ നമുക്കൊരു പ്രോഗ്രാം കൂടിയുണ്ട്, അതുകൊണ്ടാണ് സത്യത്തിൽ വന്നത്. നമ്മൾ നേരെ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു കടയിൽ കയറി ചിക്കൻ ഫ്രൈയും ബെറോട്ടയും ദോശയൊക്കെ അങ്ങ് കഴിച്ചു അല്ലേ ബാജി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.